അങ്ങനെ റോബോട്ട് കാർ ആ പോസസിൽ നിന്ന് പുറത്തു വന്നു എന്ന് വെച്ചാൽ ആ ഇത് പോയി. അപ്പം റോബോട്ട് കാർ മാസ്റ്റർ കാറും സംസാരിക്കാൻ പോയി. അപ്പം മാസ്റ്റർ കാർ പറഞ്ഞ എന്താ വെച്ചാൽ ഇപ്പം രാത്രി കിട്ടാം മറ്റേ സെക്കൻഡ് എപ്പിസോഡ് നടന്ന കാര്യമൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് കുറച്ചായി. അപ്പം മാസ്റ്റർ കാർ പറയാ, ഹേ റോബോട്ട് കാർ, നിനക്ക് ഓൾമോസ്റ്റ് 3-4 വയസ്സ് വെപ്പാണ് നിൻ്റെ അച്ഛനെ ഏൽപ്പിച്ചത്. അപ്പം നിൻ്റെ പവേഴ്സിനെ നിനക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ പോലത്തെ സംഭവം നിൻ്റെ അച്ഛനും ഞാനും കൂടെ ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. നിൻ്റെ അച്ഛൻ നേരത്തെ ഉണ്ടാക്കി തന്നു. പിന്നെ ഞാനും കുറച്ച് അതിൻ്റെ അത് അപ്ഗ്രേഡ് ചെയ്ത ഒരു ഇതാണ് വേണ്ടി ഒരു ബാഡ്ജ് പോലത്തെ സാധനം കൊടുക്കുക. അതിനകത്ത് അങ്ങനത്തെ ടെക്നോളജിക്കൽ ഇതാണ്. എനിക്ക് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ അങ്ങനെ പിടിക്കാത്തതൊക്കെ കാണാം. അപ്പോൾ അത് എടുത്തു. അപ്പം യു വാണ്ട് ടു ബി മേക്കിംഗ് ഹിം പ്രൗഡ് എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സൗണ്ട് കേട്ടത്. അതൊരു വാവ് സൗണ്ട് പോലെ. അപ്പോഴാണ് അവിടെ ഒരു റെഗുലർ വില്ലനുണ്ട്, ടൊമോസോ. അപ്പോൾ ടൊമോസോ ഇവന്മാരെയൊക്കെ ഫൈറ്റ് ചെയ്ത് കാണിക്കുക. അവന് എന്തോ ഒരു പവേഴ്സ് കിട്ടിയിരിക്കുക, എന്തോ പവർ ഗ്രൈൻഡ് ചെയ്തിരിക്കുന്ന എന്നാണ്. അപ്പോൾ ആ പവേഴ്സ് വെച്ച് എല്ലാവരെയും അടിച്ചിട്ടുകൊണ്ടിരിക്കുക. ന്യൂയോർക്ക് അവനൊക്കെ ഈ രാജ്യത്തെ വേറെ കൺട്രിയിലേക്ക് അങ്ങ് പറഞ്ഞിട്ടിരിക്കുക. അപ്പോൾ ഓനങ്ങനെ മാസ്റ്റർ കാവിൻ്റെ അടുത്ത് എത്തിയിട്ടോ. അപ്പാണ് ഒരത് അവയുന്നത്. മാസ്റ്റർ കാവിനെ നല്ലോണം ഫൈറ്റ് ചെയ്ത്. എന്നാൽ റോബോട്ട് കാവ് ഇതൊന്ന് എന്തെങ്കിലുമൊക്കെ നോക്കിയപ്പോൾ ലാവേനെ കുറിച്ച് ഒരു കാര്യമുണ്ട്. പക്ഷെ അതിന് ഇൻസ്ട്രക്ഷൻസ് ഒന്നും നോക്കിയില്ല. ലാവ പവർ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും ആ ഒരു രീതിയൊന്ന് യൂസ് ചെയ്ത് നോക്കി. പക്ഷേ ഓനിപ്പോൾ ഓവർ പവർഡ് ആണല്ലോ വില്ലൻ. അപ്പോൾ വില്ലന് വാട്ടർ യൂസ് ചെയ്ത് ഓനെ ഫ്രീസാക്കി ഒരു സ്റ്റോണ് പോലെ ആക്കി. ഓനിപ്പോൾ എന്താ പറയുക, ഓൻ്റെ റോബോട്ടിക് ഫോമിലാണ്. അപ്പോൾ ഒരു സ്റ്റാച്ചു പോലെ ഉണ്ട്. ഇപ്പോൾ ഓനെ ഈ പ്ലാനറ്റിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വിട്ടു. എന്നുവെച്ചാൽ പ്ലാനറ്റിൽ നിന്ന് ചവിട്ടി പുറത്താക്കി. അപ്പോൾ ആണ് നിയോൺ കാവിൻ്റെ സീൻ കാണിക്കുന്നത്. അവൻ വേറെ ഏതോ സ്ഥലത്ത് വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവൻ കുട്ടിയായിട്ട് വേറെ വിഷയമാണ് കാണിക്കുന്നത് ആ ടൈമിൽ ഇപ്പോൾ ലുക്കാത്. അപ്പോൾ ഓന് പറയുക റോബോട്ട് കാവിനോട്, എടാ നമ്മളിപ്പോൾ ഇത്ര സ്ഥലമല്ലേ പോയിട്ട് പോകുന്നു, പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോകണം. ഞാനിപ്പോൾ വലുതായി കുറേ കറങ്ങാനുണ്ടാവും എന്നാണ് ഓ ആലോചിക്കുന്നത്. അപ്പോൾ അവൻ്റെ റെഗുലർ ഇതായിട്ട് സ്ഥലത്ത് എത്തിയിട്ടോ. ശരിക്കും കറങ്ങിയല്ലോ ഒന്ന് ജസ്റ്റ് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഓൻ പിന്നെ ഇറങ്ങി അതിൻ്റെ അവിടുന്ന്. അപ്പോൾ നോക്കുന്നത് വേറെ ഏതോ സിറ്റിയാണ്. നീ ഇവിടുത്തെ മെയിൻ ടീം ഏതാ എന്നോന് കണ്ടുപിടിക്കണം. ഓരെ കോണ്ടാക്ട് ചെയ്താലല്ലേ ഓരെ കൊണ്ടെങ്കിലും ഇവിടെ എത്താൻ പറ്റും. നല്ല ദൂര സ്ഥലത്തേക്കാണെങ്കിൽ തിരിച്ചു ചെയ്തെങ്കിലോ എന്ന് ആലോചിക്കുന്നുണ്ട്. പിന്നെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ട് റോബോട്ട് കാവിനെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ റോബോട്ട് കാവ് ആ 2 മൂൺസിന്നും സ്പേസിലേക്കായി. സ്പേസ് അതിലും വലിയ ഫ്രീസിങ് അല്ലേ. ഞാൻ പക്ഷേ അവൻ ഉവ്വലായതുകൊണ്ട് ഓനെ അങ്ങനെ ഒരു കൊന്ന് തെറ്റാണ് വിട്ടതെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്ന് വെച്ചാൽ അവൻ്റെ പോലെ മരിച്ചിരിക്കില്ലല്ലോ. അപ്പം ഓൻ്റെ ബോഡി പവർ ഉണ്ട്, പക്ഷേ ഓനൊന്നും അനങ്ങാനും പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഓന് പിന്നെ മരിക്കാനും പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ഫ്രീസിലേക്ക് നേരെ അല്ലല്ലോ പോയത്. അപ്പോൾ ചാവുന്നുമില്ല. അപ്പോൾ അങ്ങനെ ആ മൂണിൻ്റെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ആ പ്ലാനറ്റിൻ്റെ ഇത് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ അടുത്ത് ഒരു പ്ലാനറ്റിൻ്റെ വേറൊരു മൂണിലേക്ക് ഓൻ വന്ന് ഗ്രാവിറ്റേഷൻ ഫോഴ്സിലേക്ക് ഇടിക്കാൻ പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പോഴാണ് സ്റ്റീഫനെ കാണിക്കുന്നത്. സ്റ്റീഫൻ ആരാണെന്ന് നമുക്ക് ജോജോ മാൻ സീരീസ് കണ്ടാൽ മനസ്സിലാവും. ജോജോ മാൻ സീരീസ് തന്നെ ഈ ഒരു സംഭവം തന്നെയാണ്. ഇതിൽ പറയുന്ന ജോജോ മാൻ അല്ലേ, ആ വലിയ മൾട്ടിവേഴ്സൽ സ്റ്റാർ ഗാലക്സിയിലുണ്ടാക്കിയ ആ ജോജോ മാൻ തന്നെയാണ് ഈ 8G ജോജോ മാനൊക്കെ ഒരാളാണ്. അപ്പോൾ അയാളാണ് മറ്റേ ജോജോ മാൻ സീരീസിലുള്ളത്. അത് ഫുള്ളി അത്ര നല്ലതല്ല, എന്നാലും അത് പറ്റുന്നവർക്കൊക്കെ ഒന്ന് വാച്ച് ചെയ്യാം. എന്തായാലും അതൊരു വലിയ സ്റ്റോറിയാണ്. അത് പിന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് കുറച്ച് ഫാസ്റ്റ് നടക്കുന്നത് ഇതിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പം സ്റ്റീവൻ ആണ് ഇവിടെ ഉള്ളത്. അപ്പം സ്റ്റീവന് ഒരു ടൈം കൺട്രോളിങ് ആ ഒരു ടൈപ്പ് പവേഴ്സാണ്. അതുകൊണ്ട് റിയൽ പവേഴ്സ് അല്ല, അവന് സ്റ്റോണിൽ നിന്ന് കിട്ടുന്നതാണ്. അതേപോലത്തെ കുറേ സ്റ്റോൺസ് ഉണ്ട്, 1000 കണക്കിന്. അതൊക്കെ 8Gൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ അവിടെ കിട്ടെ. അപ്പം നമ്മളെ സ്റ്റീഫൻ ആ പവർ ഇപ്പം നിലവിലുണ്ട്. നോൻ എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് വെച്ചാൽ ഈ യൂണിവേഴ്സ് 8Gൻ്റെ ആണല്ലോ. അപ്പോൾ 8Gൻ്റെ ഫ്രണ്ടാണ് സ്റ്റീഫൻ, അതുകൊണ്ട് വന്നതാവാം. പക്ഷേ അവൻ വന്നത് ശരിക്കും എന്തിനാ വെച്ചാൽ ആ പ്ലാനറ്റിലൊക്കെ ജീവൻ നശിച്ചു കഴിഞ്ഞു. എല്ലാ പ്ലാനറ്റിലും ജീവൻ ഉണ്ടാകുന്നില്ലല്ലോ ക്രിയേറ്റ് ചെയ്തത്. ഒരു റിസോഴ്സസ് ആ ടൈപ്പിൽ ജീവൻ ഇല്ലെങ്കിൽ അങ്ങോട്ട് വന്ന് അവിടെ വല്ല സീക്രട്ടായിട്ട് ഓർക്ക് വേണ്ട വല്ല ക്യാമ്പ് അങ്ങനെ ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ അവിടെ വീണ് ജീവൻ ഉണ്ടാക്കുമോ, അതിനൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഒരു പ്ലാനായിട്ട് വന്നതാണ്.
സ്റ്റീഫൻ. അതൊക്കെ എൽജിനോടൊക്കെ പറയുകയും ചെയ്ത് അതൊക്കെ വെടിയാക്കും. അങ്ങനെ സ്റ്റീഫൻ പറയാണ് പ്ലാനറ്റ് വല്ല വാറം കണ്ടായി നശിച്ചു പോയതാകാൻ ചാൻസ് കണ്ടിട്ട്, അല്ലെങ്കിൽ ഉൾക്ക വീട് നശിച്ചതാകാം. അപ്പാണ് റോബോട്ട് കാർ അവിടത്തേക്ക് വീഴുന്നത്, സ്പേസിൽ നിന്ന് വീഴുന്നതായിട്ട് കാണുന്നത്. സ്റ്റീവൻ വെറുതെ അല്ല, ഉൾക്ക വീഴുന്ന ടൈം താൽക്കാലികമായിട്ട് പ്ലാനറ്റ് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ അത് നിന്ന് ആ ഒരു ഭാഗം. അപ്പോൾ അവിടെ നിന്ന് ഓൻ പെട്ടെന്ന് സ്പീഡിൽ വരുമല്ലോ ടൈം ഇല്ലാത്ത ടൈമിൽ. എന്നുവെച്ചാൽ ടൈം ഫ്രീസ് ആകുമ്പോൾ സ്പീഡിൽ വരുമ്പം പെട്ടെന്ന് ടൈം തുടങ്ങുമ്പോൾ ഓന് നല്ലൊരു സ്പീഡ് പോകാൻ പോകും. അപ്പോൾ ആ ഒരു ഇത് വെച്ച് ഓൻ അതിനെ തട്ടി. അപ്പോൾ ആസ്ട്രോയിഡ് പൊട്ടു. പക്ഷേ ഇവൻ്റെ ലാവ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്നതിന് അതിങ്ങ് പൊട്ടി റോബോട്ടിക് ഫോമിൽ തന്നെ പുറത്ത് വന്ന്. അപ്പോഴാണ് സ്റ്റീവൻ മനസ്സിലാക്കുന്നത് ഇതെന്താ കാവിനെ കുളിക്കേണ്ടി വരുന്നു ഒന്ന് ഇരിക്കുന്നു. അതല്ല പറഞ്ഞിട്ട് റോബോട്ട് കാവ് താഴോട്ട് ഫോളോ ചെയ്തിട്ടോ. അപ്പോൾ നല്ലൊരു ഇഞ്ചറിയൊക്കെ പറ്റിയിട്ടുണ്ട്. എന്തായാലും തിരിച്ച് കാവിൻ്റെ ഫോമിലായി. സ്റ്റീവനോട് പറയാണ് യു ആർ ഹ്യൂമൻ റൈറ്റ്. അതങ്ങനെ ഒരു ടിബോൺ പ്ലാനറ്റ് ക്രീച്ചർ അറിയാമെന്ന് സ്റ്റീവൻ ചോദിക്കുന്നുണ്ട്. ഗ്രഹത്തിൻ്റെ പേരൊക്കെ അറിയാല്ലേ. ഇപ്പോൾ ഞാൻ വായിച്ച ബുക്സൊക്കെ ശരിയാണ്. അപ്പോഴാണ് കാണിക്കുന്നത് റോബോട്ട് കാവ് കുറച്ച് ഹിസ്റ്റോറിക് ബുക്ക് വായിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ അത് റിയൽ വേൾഡത്തെ ഒരു ഗോട്ടായിട്ടായിരിക്കുമല്ലോ എയ്ജിനെ കണക്കാക്കുന്നത്. അതിനെക്കുറിച്ച് എഴുതുന്ന ബുക്കൊക്കെ കുറിച്ച് പണ്ട് ആൾക്കാർ കണ്ടുപിടിച്ച് അങ്ങനെ ഓരോ തിയറീസ് ഒരു ബുക്കാണ്. അപ്പോൾ വിചാരിച്ചതൊക്കെ ഓൾമോസ്റ്റ് ചെറിയ തിയറി ആകുന്നു. ഹ്യൂമൻസിനെ കുറിച്ചൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ അപ്പം അങ്ങനത്തെ കാര്യമൊക്കെ ഇതെങ്ങനെയാണ് അവനാന്ന് സ്റ്റീഫൻ അറിയാമല്ലേ. ഞാൻ സ്റ്റീഫൻ റോബോട്ട് ജൂനിയർ, നല്ല പേര് എന്ന് അറിയുക റോബോട്ട് കാവ്. നീ ഇപ്പോൾ എങ്ങനെയാണ് ഈ പ്ലാനറ്റിലേക്ക് എത്തിയ ആരെ പണ്ണ ഇവിടം വരെ എത്തിച്ച്, അതും പ്രത്യേക ടെക്നോളജി വഴി അങ്ങനെ സ്പേസിൽ പോകാൻ കുഴപ്പമാട്ടോ. നല്ല പ്ലാനറ്റ് എഡ്ജിനോട് പറയാമെന്ന് പറഞ്ഞിട്ട്. എഡ്ജിനെ നിങ്ങൾക്ക് അറിയുമോ? ഞാൻ എങ്ങനെ കണ്ടുപിടിച്ച പ്രശ്നമുണ്ട്, അത് സോൾവ് ചെയ്യാൻ പറ്റുമോ? അല്ലെ ഇങ്ങനെ വന്നാലും മതി, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പവേഴ്സ് ഇല്ലേ. ഞാൻ സ്റ്റോപ്പ് ചെയ്തല്ലേ. അങ്ങനെ വരാൻ എൻ്റെ ഭാര്യ പ്രശ്നം പറഞ്ഞ അനുസരിച്ച് നോക്കാം. വലിയ ടോപ്പ് ആണെങ്കിലോ നീ അടിച്ചിട്ടാണ് സ്റ്റീഫൻ പറയുന്നത്. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇവരെ ഗ്യാങ്ങിലെ ഇതിലാണല്ലോ പ്രശ്നം. വേറെ പ്ലാനറ്റ് മുഴുവനായിട്ട് തന്നെ പ്രശ്നമില്ല. പിന്നെ പ്ലാനറ്റ് മുഴുവൻ പ്രശ്നം ഉണ്ടായപ്പോൾ ഇവർക്ക് പോകാൻ പറ്റില്ല. ഓരോ യൂണിവേഴ്സിൻ്റെ ആവാണ്, അല്ലാണ്ട് ഒരു പ്ലാനറ്റിൻ്റെ ഉപഗ്രഹത്തിൻ്റെ ഇതല്ല. ഞാൻ ഇപ്പോൾ പ്ലാനറ്റ് എന്നൊക്കെ ഉപഗ്രഹത്തിന് പറയാം കേട്ടോ. അപ്പോൾ ആ ഒരു ടിബോണിൽ ഇപ്പോൾ പ്രശ്നം നിങ്ങൾ തന്നെ സോൾവ് ചെയ്യണം. നിങ്ങൾ പ്രശ്നമാണ്, ഞങ്ങൾക്കത് ഇടപെടാൻ പറ്റില്ല. ഇടപെട്ടാൽ ഈ സ്ക്രിപ്റ്റ് കുറേ പ്രശ്നമാവും. സ്ക്രിപ്റ്റെന്ന് ചോദിക്കുക, ഞങ്ങൾക്ക് ഇവിടെ ഇടപെടുകയാണ്. ബാക്കി എത്ര പ്ലാനറ്റ്സും സാറ്റലൈറ്റ്സും ഉണ്ട്, അവിടെയൊക്കെ ഇതാക്കണ്ടേന്നാണ് ചോദിക്കുന്നത്. അത് ശരിയാണ്. അപ്പം നിങ്ങൾ ശരിക്കും എഡ്ജിൻ്റെ ആവാനല്ലേ? എഡ്ജിൻ്റെ ജോജോമാൻ്റെ ആവാൻ ഞങ്ങൾ. അല്ല അപ്പോൾ ജോജോന് ഇതേപോലത്തെ കുറേ റോബോട്ട്സിന് ഉണ്ടാക്കിയ പോലെ. ജോജോ വെച്ചൊരു റോബോട്ടല്ലേ. പക്ഷേ ജോജോമാൻ കാര്യത്തിന് ഉപയോഗിക്കുന്നുണ്ട് എന്ന് സ്റ്റീഫനും പറയുന്നുണ്ട്. അങ്ങനെ ഒരു നമ്മൾ കോൺവെർസേഷൻ നടക്കുമ്പോഴാണ് മറ്റേ ബാഡ്ജിൻ്റെ കാര്യം പറയുന്നത്. അതിനെ മര്യാദയ്ക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും തോൽപ്പിക്കാൻ പറ്റിയിരുന്നു. എൻ്റെ സാധാ പവേഴ്സ് വെച്ചെങ്കിലും അവനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നു. ഇതായതുകൊണ്ട് കുറച്ചും കൂടെ ഇതായിരുന്നു. പക്ഷേ ഉപയോഗിച്ച് ശരിയായില്ല എന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ എടുക്കാൻ എനിക്കൊന്ന് പൊട്ടിക്കാൻ ഈസി ആയിട്ട്. പിന്നെ എൻ്റെ ടീമത്തെ സ്ട്രോങ്ങസ്റ്റ് മാസ്റ്റർ കാവല്ലേ. മാസ്റ്റർ കാവൻ ഞാൻ വേണമെങ്കിൽ പറയാം. പിന്നെ നിയോൺ കാവുണ്ട്. പിന്നെ നിയോ ഏതോ പറമ്പിലേക്ക് ഞാൻ ഒരു തട്ടിയിടുക്കി. അപ്പോൾ ഓൻ അവിടെ പോയെങ്കിൽ അങ്ങനെ വിളിച്ച് വന്നു ഓൻ തന്നെ ചിലപ്പോൾ തോൽപ്പിച്ചെന്ന് വരും. അതൊരു പോസിബിലിറ്റിയാണ്. എന്നാലും എനിക്കും എൻ്റെ ഒരു പവർ എടുക്കണ്ടേ. അപ്പം എന്തായാലും എനിക്കത് ഹെൽപ്പ് ചെയ്യാൻ പറ്റൂല. നീ എൻ്റെ പവർ പഠിക്കുക പറഞ്ഞിട്ട് ആ പ്ലാനറ്റ് അധികം നേരം നിൽക്കണ്ട, നിന്റെ പ്ലാനറ്റ് ഞാൻ ഡ്രോപ്പ് ചെയ്ത് തരാം. ഞാൻ പവേഴ്സ് പഠിച്ചിട്ട് മതി എന്ന് പറയാം. അപ്പോൾ സ്റ്റീഫൻ പറയുന്നുണ്ട് എന്നാൽ ഞാൻ വേറൊരു പ്ലാനറ്റ് വിസിറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാം. അപ്പോൾ അതേ നീ പവേഴ്സൊക്കെ പഠിച്ച് റെഡിയാവില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഓക്കെ എന്ന് പറയുന്നുണ്ട്. അവിടെ കുറേ മെറ്റാലിക് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് ഓരോൻ്റെ ഓരോ പവേഴ്സും ടെസ്റ്റ് ചെയ്യുക. അത് വെച്ചൊരു റോബോട്ടിക് രൂപം പോലെ ഉണ്ടാക്കിയിട്ട് അതൊരു കോമഡി സീനാണ്. അങ്ങനെ കുറേ ടെസ്റ്റ് ചെയ്യുന്നത്
അങ്ങനെ പവേഴ്സ് പഠിക്കുന്നു. അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. അങ്ങനെ ഓൻ്റെ ആ പ്ലാനറ്റായ സൺലൈറ്റിനെ കാണിക്കുന്നത് ടിബോണിനെ. അപ്പോൾ ടിബോണിലിപ്പോൾ 3 ദിവസമായി. അപ്പോൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ സ്റ്റീഫൻ ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ അടുത്ത സ്ഥലം ഇപ്പോൾ നല്ല ടൈം ഡിഫറൻസ് ഉണ്ടല്ലോ ഓരോ പ്ലാനറ്റിൻ്റെ മാസത്തിനനുസരിച്ച്. അപ്പോൾ ആ ടൈം ഡിഫറൻസ് കൊണ്ട് പോയിട്ടിപ്പം ഇപ്പോൾ ഓൾറെഡി 3 ദിവസമായി. പക്ഷെ വന്ന സ്പീഡിൻ്റെ അത്ര അവന് കിട്ടണമെന്നില്ല. സ്റ്റീഫൻ വന്നില്ലെങ്കിൽ അവനെങ്ങനെയും പോകണമല്ലോ. ആ വഴിക്കൊക്കെ ഭയങ്കര ഡിലേ എടുത്തുവെന്ന് അവന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ പ്രാക്ടീസ് കൊണ്ടിരിക്കുക. അപ്പോഴാണ് അതിൻ്റെ അകത്തൊരു കാര്യം നോക്കുന്ന പോലെ കാണിച്ചിട്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്.